യുക്രൈനിൽ റഷ്യ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുന്നു. അതിനിടയിൽ ഗാസ മാതൃകയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസും റഷ്യയും രഹസ്യ പദ്ധതി തയ്യാറാക്കിയതായി റിപ്പോർട്ട്. യുക്രൈന് ഒരിക്കലും സ്വീകാര്യമാകാൻ സാധ്യതയില്ലാത്ത ഉപാധികളാണ് ഈ പദ്ധതിയിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്ക യുക്രൈൻ പങ്കുവച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പദ്ധതി പ്രകാരം യുക്രൈൻ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. ഒപ്പം സൈന്യത്തിൻ്റെ വലിപ്പം യുക്രൈൻ കർശനമായി കുറയ്ക്കുകയും വേണമെന്നും വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതി പ്രകാരം യുക്രൈൻ രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് വിട്ടുകൊടുക്കേണ്ടത്. 28 പോയിൻ്റ് പദ്ധതിയെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ മാധ്യമമായ ആക്സിയോസ് ആണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം വികസിപ്പിച്ചെടുത്തതിന് സമാനമായ ഒരു നിർദ്ദേശമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അത്തരമൊരു പദ്ധതി നടക്കുന്നതായി വൈറ്റ് ഹൗസിൽ നിന്ന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന സൂചന US നേരത്തെ നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ടെർണോപ്പിൾ നഗരത്തിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെട്ടു. അതേ ദിവസം തന്നെയാണ് രഹസ്യ പദ്ധതിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. റോയിറ്റേഴ്സിൻ്റെയും ദി ഫിനാൻഷ്യൽ ടൈംസിൻ്റെയും റിപ്പോർട്ടുകൾ പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ ഉപദേഷ്ടാവ് കിറിൽ ദിമിട്രിയേവും ചേർന്നാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. ഈ പദ്ധതി യുക്രൈന് വലിയ തിരിച്ചടിയാകുമെന്നും അത് റഷ്യയ്ക്ക് സൈനിക രാഷ്ട്രീയ നേട്ടമായി മാറുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഏതാനും നിർദ്ദേശങ്ങൾ US മുന്നോട്ട് വച്ചതായി യുക്രൈന് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് ഉന്നത യുക്രൈൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. US നേരിട്ട് റഷ്യയുമായി ഇത് ചർച്ച ചെയ്യുകയായിരുന്നുവെന്നും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിൽ യുക്രൈന് പങ്കില്ലെന്നും വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈയിൽ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം റഷ്യയും യുക്രൈനും നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനയുണ്ട്. റഷ്യ യുക്രൈൻ പ്ലാനിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തി. US സൈനിക ഉദ്യോഗസ്ഥരുമായി കീവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനും സെലൻസ്കി തീരുമാനിച്ചിട്ടുണ്ട്. യുക്രൈനിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ US റഷ്യയുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സെലൻസ്കി എർദോഗനുമായി ചർച്ച നടത്തിയത്. ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനു ശേഷമാണ് സെലൻസ്കി തുർക്കിയിലെത്തിയത്. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നായിരുന്നു തുർക്കി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സെലൻസ്കി പറഞ്ഞത്. സമാധാനം കൈവരിക്കുന്നതിനുള്ള വഴികൾ എർദോഗനുമായി ചർച്ച ചെയ്യും. യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുകയാണ്. അതിനാണ് യുക്രൈൻ ഏറെ ശ്രദ്ധിക്കുന്നതെന്നും സെലൻസ്കി വ്യക്തമാക്കി.